ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജുംക്കയാണ് കേട്ടോ. ബ്രൈഡൽ ഡിസൈനുകളിലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡിസൈനുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ഇത്. അതിനായിട്ട് ആദ്യം നമ്മളൊരു ഇൻവിസിബിൾ ഹാഫ് റൗണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരു ജുംക്കേനെ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ടാണ് അതിൻ്റെ അകത്ത് ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവേഴ്സ് പൈൻ്റെ ബോൾഡ് പഠിച്ചപ്പോൾ വരച്ച ആ ഒരു രീതിയിലാണ് ഇവിടെ വരച്ചെടുക്കുന്നത് കേട്ടോ. സൈഡിലായിട്ടൊരു സുവളും പിന്നെ ആ മുകളിൽ നിന്ന് 2 ലീഫും അതിൻ്റെ നടുവിലായിട്ടൊരു സുവളും താഴെ 2 ലീഫും, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് താഴെ ഇതുപോലെ 2 ലൈൻ വരച്ച് തിക്കാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഹംസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇതിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് യോജിപ്പിച്ച് കൊടുക്കുക. മുകളിലായിട്ട് ഒരു തൂപ്പ് കൊടുത്തിട്ടുണ്ട്, ചെറിയ റൗണ്ട് കൊടുത്തിട്ട് പിന്നെ ലൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ 3 പൈൻസും ഡോട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇതുപോലൊരു ഔട്ട്ലൈനാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് താഴെ നിന്ന് തന്നെ നമ്മൾ ലൈൻസ് വെച്ച് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഔട്ട്ലൈന് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വരയുടെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തിൻ ലൈൻസ് 3 വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ഭാഗം പിന്നെ വെച്ചിട്ട് മുകളിലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അവിടെ ഹംസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലത്തെ സുവളിങ്ങനെ മുകളിലായിട്ട് ചെയ്ത് പോവുക. ഫില്ലാകാത്ത പാർട്ടൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തപോലെ റൗണ്ടും പിന്നെ താഴെയായിട്ട് ഇതുപോലെ തുഞ്ചലത്തിൻ്റെ ഒരു മോഡലിൽ വൈൻസും ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഔട്ട്ലൈൻ ഇല്ലാതെ നമ്മൾ നേരിട്ട് തന്നെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു സുവൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് വരച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിൽസിൻ്റെ മുകളിൽ നിന്ന് ഡാർക്കിങ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ ഡാർക്കിങ് ചെയ്യുക. താഴെയായിട്ട് 2 ലൈൻസ് വെച്ച് കൊടുക്കുക. അവിടെയും അതുപോലെ ഹംസ് ചെയ്തെടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ടും യോജിപ്പിച്ചിട്ട് അവിടെയും ഹംസ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ വരകൾ കൊടുക്കുക. ഒന്നിൻ്റെ നടുവിലാണെങ്കിൽ ഒന്നിൻ്റെ മുകളിലും താഴെ ഇട്ടു, അങ്ങനെ വരുന്ന രീതിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം ആ ലൈൻസിൽ കേട്ടോ. പിന്നെ താഴെയായിട്ട് വൈൻസും ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഡോട്ട്സ് ഇട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നാലാമതായിട്ട് കുറച്ച് വളഞ്ഞിട്ടല്ല നമ്മൾ വരച്ചത് ആദ്യമൊക്കെ. ഇത് വളഞ്ഞിട്ടല്ല, കുറച്ചൊരു മിനാരം പോലെയൊക്കെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ ആ ഒരു സൗണ്ട് പോർഷൻ മാത്രം ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെയായിട്ട് 2 ഹംസ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നടുവിലായിട്ട് ഒരു സുവളും പിന്നെ അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു വൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വിട്ടുപോയ ഭാഗത്തൊക്കെ തിക്ക് ലൈനാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ ഒരു ഔട്ട്ലൈൻ ഒന്ന് തിക്കാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവറോട് കൂടിയിട്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ടൊരു വേവ് ലൈൻ പോലെ കൊടുത്തിട്ട് അതിലാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അഞ്ചാമതായിട്ട് ഒരു വളഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സുവള വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചെടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഹംസ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന രീതിയിലുള്ള ലൈൻസാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ അത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് ആ ഒരു ജോയിൻ ആവുന്ന ഭാഗത്തുള്ള നല്ല ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. താഴെയായിട്ട് ചെറിയ ചെറിയ ടിയർ ഡ്രോപ്സും പിന്നെ നടുവിലായിട്ട് വലിയ ടിയർ ഡ്രോപ്സും ചെയ്യാം. മുകളിലായിട്ട് ലൈൻസ് ഇട്ടിട്ട് ചെറുത് വലുത് ചെറുത് അങ്ങനത്തെ രീതിയിലാണ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആറാമതായിട്ട് ആദ്യം തന്നെ ഒരു സോള് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മേൽക്കൂര പോലെ ഒരു ത്രികോണം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഹംസ് വരച്ചിട്ട് 3 ഇതുപോലത്തെ ലീഫ് നടുവിലായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഇതുപോലത്തെ സോള് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുക. അതിൻ്റെ താഴെ ആ ലൈൻ വരച്ചതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ താഴെയായിട്ട് കണ്ടില്ല ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗങ്ങളും പിന്നെ ആ ഒരു വളഞ്ഞു വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ വൈൻസും ഇട്ട് കൊടുക്കണം. ഡോട്ട്സ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. മുകളിലായിട്ട് ഇതുപോലത്തെ വേവ് ലൈൻ വരച്ചിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട്സ് കൊടുക്കുന്നത് കേട്ടോ.
ഇനി ഏഴാമതായിട്ട് നമ്മളൊരു ചതുരമാണ് വരച്ചെടുക്കുന്നത്. ആ ഒരു ചതുരം കണ്ടില്ലേ, ഇതുപോലെ കുത്തനെയാണ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ ആ കോർണേഴ്സിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കുക. നടുവിലായിട്ട് ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പെറ്റൽസുകളൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. സൈഡുകളിലായിട്ട് വരുന്ന ആ ഒരു ത്രികോണം പോലത്തെ ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഹംസാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ഹംസ് വരച്ച് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡിൽ ചെയ്തെടുക്കുന്നു, അതേപോലെ അതിൻ്റെ എതിർവശത്തുള്ള സൈഡിലാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, അല്ലാതെ മുകളിലല്ല നേരെ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കണ്ടില്ല, ആ ഹംസ വരച്ചതിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങിയാണ് മറുവശത്തുള്ള ഹംസിൻ്റെ അവിടെ തീരുന്നത് അല്ലേ. താഴെയായിട്ട് ആ ഒരു കോർണറിൽ നമ്മൾ ഒരു 3 വൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സൈഡുകളിലായിട്ട് ഡോട്ട്സും മുകളിലായിട്ട് കണ്ടില്ലേ തൂക്കായിട്ട് വരുന്നത് സുകളാണ്. ഇനി എട്ടാമതായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ മിനാരം പോലെ ചെയ്തെടുത്തില്ലേ, അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. താഴെയായിട്ടൊരു ലൈൻ വരച്ചിട്ട് ഹംസ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ നമ്മൾ പെൻസിലൊക്കെ വരച്ച് കൊടുക്കുന്ന പോലെ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കാം. താഴെയായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് യോജിപ്പിച്ചിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ അഴികളായിട്ട് ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ വൈൻസുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വേവ് ലൈൻ വരച്ചിട്ട് വൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വരച്ചെടുത്ത പോലെ ഹാഫ് റൗണ്ടാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് സുകളും പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഹംസും വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു സുകൾ വരച്ചിട്ട് ഇതുപോലെ ഹംസ വരച്ചെടുക്കുന്നുണ്ട്. അതിന് മറുവശത്തായിട്ട് ഇതുപോലത്തെ സുവളം വരച്ച് അതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹംസ വരച്ചതിൻ്റെ അവിടെ ആയിട്ട് ഒന്ന് ഫ്രില്ല് വരച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് അതിൽ ഒരു വൈൻ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. മുകളിലായിട്ട് ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒന്നിടവിട്ടാണ് ഫില്ല് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. എൻ്റെ ഇവിടെ 2 എണ്ണം ഫില്ലായി പോയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഡോട്ടർ റിംഗ് ഒക്കെ ചെയ്തപ്പോൾ പഠിച്ച ആ ഒരു ഓവൽ ഷേപ്പിലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുവിലായിട്ട് 5 പെറ്റൽസ് ഉള്ള ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഷെയ്ഡിങ്ങിന് പകരമുള്ള ചെറിയ റൗണ്ട്സ് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തൊക്കെയാണ് റൗണ്ട് വരയ്ക്കുക, ചതുരങ്ങൾ വരയ്ക്കുക, ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ളത് വരയ്ക്കുക, ത്രികോണങ്ങൾ വരയ്ക്കുക അല്ലേ, നമ്മളെല്ലാം പഠിച്ചത് വന്നില്ലേ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് അത് തന്നെ ഒന്ന് ഡാർക്കിൻ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് ഒരു വൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ ലൈനിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം.